ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ഞാൻ ധന്യ, ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് സവാള 3 എണ്ണം സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി അതും സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി അത് ചതച്ചെടുത്തതാണ്, ഒരു കഷ്ണം ഇഞ്ചി അതും ചതച്ചെടുത്തതാണ്, ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം വരും. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായി ഞെരടിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ഞെരടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ 1 കിലോ ചിക്കനാണിത്. ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സമയമില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ തനിയെ വെള്ളം വന്നുള്ളൂ. ഇപ്പോൾ ചിക്കനിൽ നല്ല നന്നായി വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം. ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. നമുക്ക് സവാള വഴറ്റണ്ട, തക്കാളി വഴറ്റണ്ട, വളരെ എളുപ്പത്തിൽ പണി കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.